ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും മെഹറിൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരിടം വരെ പോകുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്തു. ടോണർ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണറാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെർമയുടെ ഒരു സിറമാണ് യൂസ് ചെയ്തത്. 2% കോജിക് ആസിഡ് ആയിട്ടുള്ള സിറമാണ്. പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കോസാറക്സിൻ്റെ സ്നെയിൽ മോസ് അതിങ്ങനെ ഫേസിലേക്ക് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കഴിഞ്ഞില്ല. പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ ഫേസിൽ ആകെ മൊത്തം ആക്കി കൊടുത്ത് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ചെയ്യുന്ന മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് എൻ്റെ ഫുൾ മേക്കപ്പ്. അതായത് ഈ ഒരു BB ക്രീം, ഇതൊരു 5-in-1 BB ക്രീമാണ്. ഇതിൽ ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, സിറം ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, പിന്നെന്താ പ്രൈമർ ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. ഇത് 24 hours സ്റ്റേ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നുള്ളത്. എന്നാലും അറ്റ്ലീസ്റ്റ് എനിക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അങ്ങനെ ഡള്ളായിട്ടൊന്നും കാണുന്നില്ല. ഇതിട്ട് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്ര ഡൾനെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഫേസ് നമുക്ക് വീട്ടിലെത്തും വരെ നല്ലൊരു ഫ്രഷ്നെസ് തന്നെ ഉണ്ടാവാറുണ്ട്. ഇത് മൊത്തം ഫേസിൽ തിൻ ലെയറിലിട്ട് ഫുള്ളാക്കി കൊടുത്തതിന് ശേഷം ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് കഴിഞ്ഞു ഫേസ്. പിന്നെ ഐബ്രോ, കൺമഷി, മസ്കര അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. ഓൺലി ഈ ഒരു സാധനം, പിന്നെ ഒരു ലിപ്സ്റ്റിക്, പിന്നെ ഷോളും ചുറ്റി ഒരിടം വരെ പോവാണ് ഗൈസ്. അപ്പോൾ ആ പോകുന്ന വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ മൊത്തം വീഡിയോ കാണാനും മറക്കല്ല. ഇടയിൽ സ്കിപ്പ് ചെയ്തൊന്നും കാണാൻ നിൽക്കല്ല. എല്ലാം ഫുള്ള് മൊത്തത്തിൽ കണ്ടാലേ ഇത് എവിടേക്കാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാനിവിടെ കട്ടായിട്ടൊന്നും വോയിസ് ഓവർ കൊടുക്കാറില്ല. കണ്ടിന്യൂസ് അങ്ങനെ വോയിസ് ഓവർ കൊടുത്തങ്ങ് പോവാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വൈബിലോട്ടേക്കാണ് പോയത്. ഇവിടെ കാസർഗോഡ് തന്നെ ഒരു സ്ഥലത്ത് ഒരു പാറയുടെ മുകളിലേക്കാണ് പോയത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫുഡ് വൈബ്, അതായത് ചെറുതായിട്ടൊന്ന് ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. ഫുഡ് എന്ന് വെച്ചാൽ വലിയ ഫുഡൊന്നുമല്ല. നമ്മുടെ ദേശീയ ഭക്ഷണമായ നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, മാഗി നൂഡിൽസ്. അതായത് 2 മിനിറ്റിൽ വാട്ട് മമ്മി മാഗി നൂഡിൽസ് റെഡി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ആ സാധനം ഉണ്ടാക്കാനും പിന്നെ നല്ല കോഫി ഉണ്ടാക്കി കഴിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ ഇവിടെ സെറ്റാണ്, റെഡിയാണ്. അതിൽ സിലിണ്ടറൊക്കെ പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കിയിട്ട് ഒരു ഒരു കടായിയിൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള മസാല പൊടിച്ചിടണം. പിന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു നൂഡിൽസ്, മാഗി നൂഡിൽസും പൊടിച്ചിടണം. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഈ കാര്യം റെഡിയാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ഇല്ലാണ്ട് ഈ സാധനം വേവില്ല. 2 മിനിറ്റ്സ് എന്നൊക്കെ അവർ നുണ പറയുന്നതാണ്. നുണ പറയുന്നവർക്ക് എന്തായാലും കുറ്റം കിട്ടും അല്ലേ? കിട്ടും സത്യമായിരിക്കും കിട്ടും എന്ന് പറയരുത്. 10 മിനിറ്റ് അല്ല, അതിലും കൂടുതൽ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് വീട്ടിൻ്റെ കിച്ചണിലാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാവും. ഇവിടെയൊക്കെ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് തീയൊന്ന് സ്ട്രോങ് ആവില്ല. കാറ്റടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് നഷ്ടപ്പെടില്ല. അപ്പോൾ സ്ട്രോങ് കിട്ടാത്തതുകൊണ്ട് ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. കാറ്റടിക്കുന്നതുകൊണ്ടാണ് ആ പെട്ടിയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ഓപ്പോസിറ്റ് വെക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മാഗി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല, പഠിച്ചിടാം. ഒരു കടായിൽ അടുപ്പത്ത് വെള്ളം വെക്കുക, അതിൽ തീ പിടിപ്പിക്കുക, എന്നിട്ട് അതിൽ മസാല പൊട്ടിച്ചിട്ടിടുക. എന്നിട്ടിങ്ങനെ കയ്യിലെടുത്ത് കഴുകുക. ഒരു സ്പാച്ചിലാണ് ചെയ്തത്. എന്നിട്ട് അതിലുള്ള ആ നൂഡിൽസ് അങ്ങ് പൊട്ടിച്ചിട്ടിടാം. അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കുകയാണ് ഗൈസ്. ഞാനെന്തോ കാറ്റൊക്കെ അടിച്ചിട്ട് മുടിയൊക്കെ എന്തോ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കെയറാക്കണ്ട. നിങ്ങൾ ഫുള്ള് കോൺസെൻട്രേറ്റ് ഓൺലി ഫുഡ്, ഓൺലി മാഗി നൂഡിൽസ്. ഓക്കെ, അപ്പം ഞങ്ങൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കാറ്റടിക്കുന്നതുകൊണ്ടുണ്ടല്ലോ തീ കിട്ടുന്നില്ല കറക്റ്റ്. പിന്നെ ഞങ്ങളൊരു പാക്കറ്റ് പാലക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാലക്ക
പിന്നെ ചായപാത്രത്തിൽ ഒഴിച്ചു തിളക്കാൻ വെച്ചു. അങ്ങനെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം, കോഫി പൗഡർ, അതായത് 2 രൂപയുടെ കോഫി പൗഡർ ഉണ്ടല്ലോ, അത് ഒരു 3 പാക്കറ്റാണ്. അപ്പോൾ 2 പാക്കറ്റാണെന്ന് തോന്നുന്നു. അത് പൊട്ടിച്ചിട്ടിട്ടാൽ കോഫി റെഡി. തളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ റെഡിയായിട്ട് കുടിക്കൽ. ഇതിപ്പോൾ എൻ്റെ കാസർഗോഡ് ഭാഷയും മിക്സ് ആവുന്നുണ്ട്, അതർ ഇതും മിക്സ് ആവുന്നുണ്ട്. നിങ്ങൾ ക്ഷമിച്ചാളാം, ഞാനല്ലേ. ഓക്കെ. പിന്നെ നമുക്ക് കോഫിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ ആക്കണം. നമുക്ക് ചായക്കടക്കാരെല്ലാം കണ്ടിട്ടില്ലേ, ഇങ്ങനെ മേലോട്ടേക്ക് ആക്കി താലോട്ടങ്ങ് ഒഴിക്കുക. അങ്ങനെ ആക്കിയാലേ ഈ കോഫിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ ഇങ്ങനെ കപ്പിലേക്ക് പകർന്നു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്കും കോഫി കുടിക്കാൻ ആഗ്രഹം തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു പാറച്ചെരുവിൽ വന്നിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. പിന്നെ നൂഡിൽസ് വിളമ്പലാണ് എൻ്റെ പണി. മാഗി നൂഡിൽസ് 4 പേരുണ്ടായിരുന്നു ഞാനടക്കം. അപ്പോൾ 4 പ്ലേറ്റിലേക്ക് ആക്കണം. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഓക്കും കൂടി പ്ലേറ്റിലാക്കണം. അങ്ങനെ ഞാൻ 3 പ്ലേറ്റിലേക്കാക്കി. 1 പ്ലേറ്റ് ഓൾക്കാക്കാനും വിട്ടുകൊടുത്തു. ഓളാണെങ്കിൽ വീഡിയോയുടെ മുമ്പിൽ വരില്ല, എന്നാൽ അവൾക്ക് പ്ലേറ്റിലാക്കുകയും വേണം, അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ അവൾക്ക് പ്ലേറ്റിലാക്കാനുള്ളത് ബാക്കി വെച്ച് ഞാൻ മൊത്തം പ്ലേറ്റിലാക്കിയിട്ടാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. പ്ലേറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ? ഇരുന്ന് തിന്നെ അത്ര തന്നെ. നമുക്ക് തിന്നണ്ടേ? ഇപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ന്യൂഡിൽസ് തിന്നാനുള്ള ഇത് തുടങ്ങി ഗൈസ്. ന്യൂഡിൽസ് വിത്ത് കോഫി, നല്ല അടിപൊളി സ്ട്രോങ് കോഫി ആൻഡ് ന്യൂഡിൽസ്. അതും നമ്മളുടെ ഓപ്പൺ സ്പേസിൽ നല്ല ഓക്സിജനൊക്കെ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് എന്താ സുഖം. പക്ഷേ ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ പെയ്തിട്ട് പാറയിലുള്ള പിന്നെ ബ്ലാക്ക് കളർ മൊത്തം നമ്മളുടെ ഡ്രസ്സിലാവും കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഈ ഒരു വൈബ് തന്നെ, വൈബ് ആസ്വദിക്കുക എന്നുള്ളതാണ് മുഖ്യം ബിഗിലെ. അതുകൊണ്ട് തന്നെ വൈബ് വിട്ടിട്ട് നോ കളി. അങ്ങനെ ഞങ്ങൾ കോഫിയും കുടിച്ച് പിന്നെ നൂഡിൽസും കഴിച്ച്. അതിൻ്റെ അടുത്ത് ഞാനിട്ട ഷുഗർ അവർക്ക് മതിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാണ്. അങ്ങനെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ചിരിച്ചും കളിച്ചും ഒക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട പറയുകയാണോ, ആ ഒരു സീനാണ് ഇത്. ഞാൻ വണ്ടിയിൽ കയറുന്നു. ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്, ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടൽ. വണ്ടിയിൽ കയറുന്നു, റിവേഴ്സ് എടുക്കുന്നു, പോവുന്നു, അതാണ് ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തന്നെ ശ്രമിക്കുക. പിന്നെ കമൻറ്റ്, ലൈക്ക്, ഷെയർ അത് പറയണ്ടല്ലോ, നിങ്ങൾ എന്തായാലും ചെയ്യുന്ന എനിക്കറിയാം, എന്നാലും എൻ്റെ വകയായിട്ടൊരു ഇത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.